ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ വളരെ പ്രശസ്തമായ മൂകാംബിക ദേവീക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ഒരു 4 ദിവസത്തെ തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഞങ്ങൾ മൂകാംബികയിലെത്തിയത്. ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് നട തുറക്കുന്നത് മുതലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1-2 ഭാഗ്യം കൂടെ ഉണ്ടായി. അവിടെ ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കൂടുതലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും അവിടുന്ന് പെർമിഷൻ മേടിച്ചുകൊണ്ട് കോമ്പൗണ്ടിനുള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഭാഗ്യം കൂടെ അവിടെ വെച്ചുണ്ടായി. ഇവിടുത്തെ പ്രധാന തന്ത്രിയായിട്ടുള്ള സുബ്രഹ്മണ്യ അടിക അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് വരുന്നതും പഴയ ഓലക്കുട ചൂടി ക്ഷേത്രത്തിലേക്ക് വരുന്നതും ആ മണിയടിച്ച് അകത്തോട്ട് കയറി പോകുന്നതായിട്ടുള്ള ഒരു വിഷ്വൽസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുബ്രഹ്മണ്യ അടിക അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടൂർ വനത്തിനുള്ളിൽ ട്രൈബൽസിനെ കാണാൻ വേണ്ടി ഒരിക്കൽ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ സുബ്രഹ്മണ്യ അടികയും അദ്ദേഹവും സുരേഷ് ഗോപിയായിട്ട് കോട്ടൂർ അഗസ്ത്യ വനത്തിനുള്ളിൽ വന്നിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് എനിക്കാണ്. എനിക്ക് ഇന്ന് ക്ഷേത്ര നടയിൽ വെച്ച് അദ്ദേഹത്തെ കാണാൻ കൂടി സാധിച്ചതിൽ ഞാനൊരു സന്തോഷവാനാണ്. ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങൾ താമസിച്ച ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ നടയിൽ നിന്നും ഈ വീഡിയോ ആരംഭിക്കുന്നു. ഇവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രമാണ് ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്കുള്ളത്. അതിരാവിലെയുള്ള കാഴ്ചകളാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൗവർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക എന്നറിയപ്പെടുന്ന ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണിത്. കുടജാദ്രി മലകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടം. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ നിന്നും മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലുടനീളമുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത്രയും നീളം വരാൻ കാരണം എന്നാൽ മാത്രമേ ഈ മൂകാംബിക ദേവിയുടെ ചരിത്രവും ഐതിഹ്യവും ഉൾപ്പെടെ നിങ്ങളിലേക്ക് പറഞ്ഞെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. എന്നാൽ ഇവിടെ 3 രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. എല്ലാ പൂജകളും 3 സങ്കല്പങ്ങളെയും സമന്വയിപ്പിച്ചിട്ടുള്ളതാണ്. ശ്രീചക്രത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗ്രഹണ സമയത്ത് നട അടയ്ക്കാത്ത ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട്. അതിനാൽ നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും മലയാളികൾ ധാരാളമായി ഇവിടെ ദർശനം നടത്തുന്നു. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. മീനമാസത്തിലെ കൊടിയേറ്റ് ഉത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വതി മാസത്തിലെ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ അതിപ്രധാനമാണ്. മറ്റൊന്ന് മൂകാംബിക ജന്മാഷ്ടമിയാണ്. കൂടാതെ യുഗാദി, മഹാശിവരാത്രി, ദീപാവലി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ്. കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദുമത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്ര നടയിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. നട തുറന്നിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ശ്രീലകത്ത് ശംഖുചക്ര അഭയ വരദഹസ്തയായ പത്മാസനസ്ഥിതയായ ഭഗവതി മൂകാംബികയുടെ പുരാണവും ഐതിഹ്യവും പറയാം. രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളെയും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായപ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ടു പ്രാർത്ഥിച്ചു. ഇവരുടെ അപേക്ഷ പ്രകാരം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോരൂപിയായി വാനിൽ തിളങ്ങി നിന്നു. ഈ സമയം
ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയിയായ ശ്രീചക്രം ഉണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. തുടർന്നു വരവെ ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു. അതേ തുടർന്ന് തപസ്സിൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരൻ്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കി. മൂകനായ കംഹാസുരൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ മഹാദേവൻ മടങ്ങി. ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നത് എന്നാണ് വിശ്വാസം. കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടു. തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു. പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച ശരീരം ധരിച്ച് മൂകാസുര നിഗ്രഹം നടത്തുകയായിരുന്നു. തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരാശക്തിയെ കൊല്ലൂരിൽ കുടിയിരുത്തുകയും ചെയ്തു. ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഇന്ന് കാണുന്ന ത്രിമൂർത്തി സമേതനായ മൂകാംബിക പ്രതിഷ്ഠ. പിന്നീട് ശ്രീ ശങ്കരാചാര്യർ കുടജാദ്രിയിലെത്തി തപസ് ചെയ്ത് ഭഗവതിയെ പ്രതിഷ്ഠപ്പെടുത്തി. അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന 4 കരങ്ങളോടുകൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത്രേ. ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ എല്ലാം ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണ് എന്നാണ് വിശ്വാസം. ശ്രീശങ്കരൻ പ്രതിഷ്ഠ നടത്തി എന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത. പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത്. നടയടച്ചതിന് ശേഷം ദേവന്മാരുടെ പൂജകൾ ഇവിടെ നടക്കുന്നതായി വിശ്വസിക്കുന്നു. മൂകാംബിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്ന വിശ്വാസം കേരളത്തിലുണ്ട്. എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബിക ദേവിയുടെ വിളി എത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ. അവിടെ എത്തി ദേവിയെ ഏത് ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ ക്ഷേത്രത്തിലെ ശ്രീചക്രത്തിൻ്റെ ശക്തി പ്രഭാവം ഉണ്ടെന്നാണ് വിശ്വാസം. ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം ഉണ്ട്. കൊല്ലൂർ ഗ്രാമത്തിൻ്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. ക്ഷേത്രത്തിൻ്റെ 4 വശവും നിരവധി മലകൾ ചുറ്റി നിൽക്കുന്നു. 12 അടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 ഇരുനില ഗോപുരങ്ങൾ ഉണ്ട്. ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. മുകളിൽ ഒരു സ്വർണ്ണ രേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുവഴി 2ആയി പകുത്തിരിക്കുന്നു. ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശത്ത് പരാശക്തിയുടെ 3 ഭാവങ്ങളായ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു. ശംഖ്, ചക്രം, വരം, അഭയം എന്നീ മുദ്രകൾ അണിഞ്ഞ ചതുർബാഹുവായ രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ. സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ശ്രീചക്രത്തിൽ കുടിയിരിക്കുന്ന ഭഗവതിക്ക്. ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതി ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. കലോപാസകരുടെ കേന്ദ്രമാണ് ഈ സരസ്വതി മണ്ഡപം. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കാണാം. ഇവിടെ ചാമുണ്ടിയാണ് പ്രതിഷ്ഠ. ചൗഡേശ്വരി എന്ന പേരിലാണ് ഈ ദേവി അറിയപ്പെടുന്നത്. ഇങ്ങനെ 3 രൂപങ്ങളിൽ ഇവിടെ ദേവിക്ക് പ്രതിഷ്ഠയുണ്ട്. ഇതെല്ലാം ചേർന്നാണ് മൂകാംബിക ദേവിയുടെ സങ്കല്പം. പ്രധാന ശ്രീകോവിലിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവസ്ഥാനത്ത് വ്യത്യസ്തമായ 4 ഭാവങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രാണലിംഗേശ്വരൻ, പാർത്ഥേശ്വരൻ അഥവാ കിരാതമൂർത്തി, നഞ്ചുണ്ടേശ്വരൻ, ചന്ദ്രമൗലീശ്വരൻ എന്നീ പേരുകളിലാണ് മഹാദേവ പ്രതിഷ്ഠ അറിയുന്നത്. അഷ്ടാദശഭുജ ഗണപതി, സ്തംഭ ഗണപതി, പഞ്ചമുഖ ഗണപതി എന്നിങ്ങനെ 3 രൂപങ്ങളിൽ ഗണപതിയും ഇവിടെയുണ്ട്. മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, വീരഭദ്രൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീ ദർശനം നടത്തേണ്ടത് എന്നതാണ് ഇവിടുത്തെ ആചാരം.
ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ക്ഷേത്ര തന്ത്രിമാരുടെ വീട് സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലൂടെ അഗ്നിതീർത്ഥം എന്ന പേരിൽ ഒരു കൊച്ചരുവി ഒഴുകിപ്പോകുന്നുണ്ട്. കുടജാദ്രിയിൽ നിന്നു വരുന്ന ഈ അരുവിയും മറ്റ് 63 അരുവികളും ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് സംഗമിച്ചാണ് സൗവർണികയാകുന്നത്. കിഴക്കേ നടയിൽ ക്ഷേത്രവക ചെരുപ്പ് കൗണ്ടറുണ്ട്. അതിനടുത്താണ് ക്ഷേത്രത്തിലെ ആനകളെ പാർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് സരസ്വതി മണ്ഡപം. ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. സമീപത്ത് തന്നെ വിദ്യാഗണപതി സങ്കല്പത്തിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. അത്താഴ ശീവേലി സമയത്ത് ദേവിയെ ഇവിടെ കൊണ്ടുവന്ന് അല്പസമയം ഇരുത്തുന്നത് പ്രധാന ചടങ്ങാണ്. ഈ സമയം ദേവിയെ തൊഴുന്നത് വിദ്യാഭിവൃദ്ധിക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ വന്ന് തങ്ങളുടെ നൃത്ത സംഗീത മികവുകൾ പ്രകടമാക്കാറുണ്ട്. ഒട്ടുമിക്ക ദിവസവും ഇവിടെ ധാരാളം കലാകാരന്മാരെ കാണാം. ഗാനഗന്ധർവൻ KJ യേശുദാസ് എല്ലാ വർഷവും തൻ്റെ ജന്മദിനമായ ജനുവരി 10 ഇവിടെ വന്ന് സംഗീതാർച്ചന നടത്താറുണ്ട്. ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാരംഭം ചെയ്യുന്നതും ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ്. മൂകാംബിക ക്ഷേത്രത്തെപ്പറ്റി ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ മറ്റൊരവസരത്തിൽ സാധിക്കുമെങ്കിൽ ഉറപ്പായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.